അടുത്ത പാട്ടിലേക്ക് പോയാലോ? പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ നീലൻ പാട്ട് പഠിപ്പിക്കാനായി ഇറങ്ങി. അപ്പുവിനെ വീട്ടിൽ കൊണ്ടുപോകാനായി അരുണിനോട് പറഞ്ഞിട്ടാണ് നീലൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അരുണും മനസ്സിലാക്കായിരുന്നു നീലന് അപ്പുവിനോടുള്ള സ്നേഹവും കരുതലും. പക്ഷെ അത് താൻ വിചാരിച്ചതിൽ എത്രയും ഉയരത്തിലാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ഉച്ചയ്ക്ക് നീലൻ വീട്ടിലെത്തിയതും അപ്പു തിരികെ വന്നിരുന്നില്ല. അവൻ അരുണിനെ വിളിച്ചു നോക്കിയപ്പോൾ അവർ ഇപ്പൊ എത്താമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നീലൻ ന്യൂസ് പേപ്പർ നോക്കി ഉമ്മർത്തായിരുന്നു. പേപ്പർ വായിക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ഗേറ്റിനരികിലേക്ക് നീണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോ കണ്ടു കയ്യിലൊരു ബാഗുമായി അരുണും കൂടെ കയ്യിൽ കുറച്ച് കവറുകളുമായി ആരതിയും വരുന്നത്. അവരുടെ ഒപ്പം അപ്പുവിനെ കാണാത്തതുകൊണ്ട് നീലൻ ഇരുന്നിടത്ത് എണീറ്റു. വന്നിട്ട് കുറെ നേരമായി കാർത്തി, കയ്യിലുള്ള ബാഗ് തിണ്ണയിലേക്ക് വെച്ചുകൊണ്ട് അരുൺ ചോദിച്ചു. ഇല്ല, ഒരു 15 മിനിറ്റ്. അവളെവിടെ? നീലൻ ഗേറ്റിനരികിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അപ്പു ആ തോടിന്റെ അവിടെ ഉണ്ട്, അവിടെ ചെറിയ പിള്ളേര് മീൻ പിടിക്കുന്നുണ്ടാവും, നോക്കി നിക്ക. ആരതിയാണ് അത് പറഞ്ഞത്. നീ എന്തിനായിരുന്നു അവളെ അവിടെ തനിച്ചാക്കിട്ട് വന്നത്? നീലൻ അരുണെ നോക്കി ചോദിച്ചു. അതിനെന്താ, അവൾ അത്ര ചെറിയ കുട്ടിയൊന്നല്ലല്ലോ, അവള് വന്നോളും. നിന്നോട് ചോദിച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. മഴ പെയ്ത് അവിടെയൊക്കെ പാറയൊക്കെ തെന്നിക്കിടക്ക. ഞാൻ പോയി അവളെ വിളിച്ചിട്ട് വരാം, നിങ്ങൾ കയറിയിരിക്കേ. പേപ്പറാളെ പെട്ട് നീലം പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന് അപ്പു ഗേറ്റ് കടന്നു വരുന്നു കണ്ടു. വഴിയിലുള്ള കല്ലെല്ലാം തട്ടിക്കളിച്ചാണ് വരുന്നത്. ഇതൊക്കെ എന്താ ഇവിടെ ഇട്ടിരിക്കണേ? നിനക്ക് ഇതൊക്കെ റൂമിൽ കൊണ്ടുവച്ചിടരണേ. എത്ര വില പിടിപ്പുള്ള സാധനങ്ങളാണ് ഇതിലെന്ന് അറിയോ? അത് പറഞ്ഞ തിണ്ണയിലിരിക്കുന്ന കവറെടുത്ത് അപ്പോ അകത്തേക്ക് നടന്നുപോയി. അവൾക്ക് പഠിക്കാനുള്ള ബുക്കും ബാഗും യൂണിഫോം ഒന്നും വേണ്ട, കഴിക്കാനുള്ള സാധനങ്ങൾ മാത്രം മതി. എന്തിന്റെ ജന്മാണോ എന്തോ. അരുൺ സ്വയം പറഞ്ഞ് ബാഗ് എടുത്ത് ഹാളിലെ സെറ്റിയിലേക്ക് വെച്ചു. കുറച്ചു നേരം സംസാരിച്ചിരുന്ന ശേഷമാണ് അരുൺ ആരതിയും വീട്ടിലേക്ക് പോകാറിഞ്ഞത്. അപ്പു, ഞങ്ങള് പോവാട്ടാ. ഇറങ്ങാൻ നേരം അരുൺ വിളിച്ചുവെങ്കിലും അപ്പു പുറത്തേക്ക് വന്നില്ല. അപൂർണ, നീലനകത്തേക്ക് നോക്കി വിളിച്ചു. വേണ്ട കാർത്തിയേട്ടാ, അവള് പിണക്കത്തിലായിരിക്കും, അതാ പുറത്തേക്ക് വരാത്തെ, ആരതി പറഞ്ഞു. എന്തിനു പിണക്കം? നീലം മനസ്സിലാവാതെ ചോദിച്ചു. നാളെ മുതൽ ആദിയുടെ ഒപ്പം ക്ലാസ്സിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് ആ ബാഗില് അവളുടെ ബുക്കും യൂണിഫോം ഒക്കെ ഉണ്ട്. രാവിലെ ചിലപ്പോ ക്ലാസ്സിൽ പോകാൻ മടി കാണിച്ച് പല അടവുകളും കാണിച്ചേക്കാം. ഒന്നും സമ്മതിച്ചു കൊടുക്കരുത്. അവളോട് ബസ് സ്റ്റോപ്പിലേക്ക് വരാൻ പറഞ്ഞാൽ മതി, ആദ്യം അവിടെ ഉണ്ടാവും. അരുൺ പറഞ്ഞു. നീലൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നാ ഞങ്ങൾ ഇറങ്ങാം. നീലൻ ഗേറ്റ് വരെ ചെന്ന് അവർ രണ്ടുപേരെ യാത്രയാക്കി. അപ്പുവിനെ അന്വേഷിച്ച് നീലൻ റൂമിലേക്ക് വരുമ്പോൾ അവൾ നല്ല ഉറക്കത്തിലാണ്. കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് ചുരുട്ടി കൂടി കിടക്കുന്ന അപ്പുവിനെ കണ്ട് അവന് വല്ലാത്ത വാത്സല്യം തോന്നി. വെറുതെ അല്ല എത്ര വിളിച്ചിരുന്നു പുറത്തേക്ക് വരാതെ, അല്ലടി കാന്താരി. നീലൻ അവളുടെ നെറുകയിലെ ഒന്ന് തലോടിയ ശേഷം പുതപ്പ് കൊണ്ട് അവളെ പുതപ്പിച്ച് ഹാളിലേക്ക് വന്നു. അപ്പുവും അരുണും ആരതിയും കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് നീലൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വാങ്ങിക്കൊണ്ടുവന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചു. ശേഷം ഹാളിലെ സെറ്റിൽ വന്ന് കിടന്നു. ന്യൂസ് ചാനൽ കണ്ടവൻ സെറ്റിൽ തന്നെ കിടന്നെപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു. ആരുടെയോ വിളി കേട്ടാണ് നീലൻ ഉറക്കം ഉണർന്നത്. തന്റെ തൊട്ടു മുമ്പിൽ കണ്ണു തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന അപ്പു. അരുൺ എവിടെ നീല? ആദ്യം കാണാനില്ലല്ലോ. അവളൊന്ന് മൂരി നിവർന്നുകൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ കാരണം 2 സെക്കൻഡ് കഴിഞ്ഞാണ് നീലന് സ്ഥലകാലം ബോധം വന്നത്. അവരപ്പ തന്നെ പോയി. എന്നോട് പറയാതെയാ? അവര് വിളിച്ചപ്പോ നീ നല്ല ഉറക്കായിരുന്നു, അതാ. നീ വല്ലതും കഴിച്ചാ? അപ്പു ചോദിച്ചു. കഴിച്ചു. അത് കേട്ട് അപ്പു നേരെ അടുക്കളയിലേക്ക് നടന്നു. നീലൻ അവളെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും ചേറ്റിയിലേക്ക് തലവെച്ച് കിടന്നു. അവിടെ അകത്ത് സ്ഥലം കഴിഞ്ഞിട്ടാണോ നീല നീ ഇവിടെ വന്ന് കിടക്കണേ? അടുക്കളയിലേക്ക് നടന്ന അപ്പു അത് കണ്ട് ചോദിച്ചു. 4 മണിയായില്ലേ, ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് ട്യൂഷൻ പിള്ളേര് വരും, ഇനി കിടന്നിറങ്ങാവുന്ന സമയമില്ല. അത് കേട്ട് അമ്പു തിരിച്ചു വന്ന് TV ഓഫ് ചെയ്തു. ട്യൂഷൻ പിള്ളേര് വരാൻ ഇനിയും സമയമുണ്ട്, നീ അകത്ത് പോയി കിടന്നേ. അത് പറഞ്ഞ നീലന്റെ കൈ പിടിച്ചപ്പോ റൂമിലേക്ക് നടന്നു. കിടന്നോ, സമയമാകുമ്പോ ഞാൻ വിളിക്കാം. അപ്പു നീലനെ ബെഡിലേക്ക് കിടത്തി പുതപ്പിച്ചു കൊടുത്ത റൂമിന് പുറത്തേക്ക് നടന്നു. നീല ഒരു പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു. അമ്മ വീട്ടിൽ നിന്ന് വരുമ്പോ പ്രത്യേകം പറഞ്ഞിരുന്നു നീലനെ അധികം ബുദ്ധിമുട്ടിക്കരുതെന്ന്. വീടെല്ലാം നല്ല വൃത്തിയിൽ സൂക്ഷിക്കണമെന്നും അറിയുന്ന പണികളെല്ലാം ചെയ്യണമെന്നും. അപ്പൊ അവിടെ കിടക്കുന്ന തുണികളെല്ലാം എടുത്ത് അലക്കാനായി പുറത്തേക്ക് നടന്നു. തുണികളെല്ലാം അലക്കി വിരിച്ച് തിരികെ വന്ന് ചായ വെച്ചു.
ശേഷം നീലനെ വിളിക്കാനായി റൂമിലേക്ക് വന്ന അപ്പു അവനെ തട്ടി വിളിച്ചു. നീല, എണീറ്റ്, ചായ കുടിക്കണ്ടേ? അത് കേട്ടവൻ ഒന്ന് ഞെരുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. എണീക്കുന്നില്ല, അതേ ട്യൂഷൻ പിള്ളേര് വന്നു. അത് കേൾക്കണ്ട താമസം നീലം ബെഡിൽ നിന്ന് ചാടി എണീറ്റു. നീ അവരോട് ഇന്നലെ എടുത്തതെല്ലാം ഒന്ന് വായിച്ചു നോക്കാൻ പറയും, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അത് പറഞ്ഞ് അവൻ എണീറ്റ് പോവാൻ നിന്നതും അപ്പു അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി. നീ എങ്ങോട്ടോ വിടണേ? നീ എണീക്കാതെ, ഇപ്പൊ വെറുതെ പറഞ്ഞതാ. അത് പറഞ്ഞതും നീലന്റെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. വാ നീല, അവന്റെ കയ്യിൽ പിടിച്ചപ്പെന്ന് പറഞ്ഞു. അവൾക്കൊപ്പം അവൻ ഹാളിലേക്ക് നടന്നു. അപ്പു ചായ എടുത്തു വെക്കുമ്പോഴേക്ക് നീല മുഖം കഴുകി വന്നിരുന്നു. ഇവിടെ ഇപ്പൊ പാക്കറ്റ് പാലാണോ വാങ്ങണേ? അതെന്താ അങ്ങനെ? അത് പ്രത്യേകിച്ചൊന്നുമില്ല. നീ നാളെ മുതൽ ക്ലാസ്സിൽ പോകുന്നില്ലേ? അപ്പൊ താല്പര്യമില്ലാത്തൊന്ന് മൂളി. കാർത്തിമാഷേ, അപ്പോഴേക്കും ഉമ്മർത്തൊന്ന് വിളി വന്നിരുന്നു. ഇത് കഴിച്ചിട്ട് പോന്നില്ല? വീട്ടിൽ നിന്ന് അമ്മ തന്നയച്ചതാ. ഉണ്ണിയപ്പത്തിന്റെ പ്ലേറ്റ് നീലന് നേരെ നീട്ടി അപ്പു പറഞ്ഞു. നീ കഴിച്ചോ? കുട്ടികൾ വന്നു. അതിനെന്താ, കുറച്ചെങ്കിലും കഴിക്കേ. അപ്പു ഒരു ഉണ്ണിയപ്പം എടുത്ത് അവന്റെ വായിലേക്ക് വെച്ചു. നീലൻ അതിന്റെ പകുതി കഴിച്ചു ബാക്കി അപ്പുവിന്റെ വായിലേക്ക് വെച്ചു കുടിച്ചു. നീ എന്റെ കുട്ടി ഇവിടെ ഇരുന്ന് കഴിച്ചോ? വലിയ കുട്ടിയാവണ്ടേ നമുക്ക്? അവളെ കവളിൽ തട്ടി പറഞ്ഞ് നീലം തിരക്കിട്ട് പുറത്തേക്ക് പോയി. നീലം പോകുന്നത് നോക്കി അപ്പു ശരിക്കും എന്താ വിട്ടിരുന്നു. എന്നാൽ നീലന് തന്റെ മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അതറിയാതെ അവൻ കുട്ടികളെ പഠിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. വൈകുന്നേരം നല്ല ഇടിയും മഴയായതിനാൽ കുട്ടികളെ നേരത്തെ തന്നെ പറഞ്ഞയച്ചു. പോകുന്നതിന് മുമ്പ് അപ്പു വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പലഹാരങ്ങളെ കുറച്ച് കുട്ടികൾക്കും കൊടുത്തിരുന്നു. നീലൻ ശേഷം തന്റെ സ്ഥിരം പഠിപ്പും മറ്റുമായി അവന്റെ ലോകത്തായിരുന്നു. അപ്പു ആണെങ്കിൽ രാത്രിയിലേക്ക് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി. നാളെ ക്ലാസ്സിലേക്ക് ഉള്ള യൂണിഫോം അയൺ ചെയ്തു വെച്ചു. എല്ലാം കഴിഞ്ഞ് ബെഡിൽ ഫോൺ നോക്കി കിടക്കുമ്പോഴാണ് അന്നത്തെ പഠിപ്പ് കഴിഞ്ഞ് നീലൻ അകത്തേക്ക് വന്നത്. നാളെ നിനക്ക് ക്ലാസ് തുടങ്ങല്ലേ? ആ ബുക്ക് എടുത്ത് 2 വർഷം പഠിച്ചോടെ? ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാന്നില്ല. അത് ചോദിച്ചതിന് ഒരു ബന്ധമില്ലാത്തൊരു മറുപടി പറഞ്ഞ് അപ്പു അടുക്കളയിലേക്ക് പോയി. അവളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന ചിന്തയിൽ നീലൻ ഒരു ദീർഘനിശ്വാസത്തോടെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി വൃത്തിയാക്കിയും മറ്റും നീലൻ അവളെ സഹായിച്ചു. നീല, അവളുടെ വിളയാർന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു കിടക്കുന്ന നീലൻ തലതിരിച്ച് അവളെ നോക്കി. നീ ഉറങ്ങിയ? ഇല്ല. എന്തേ? ഇടി കിട്ടുമ്പോ നിനക്ക് വല്ല പേടിയും തോന്നുന്നുണ്ടെങ്കി എന്നോട് പറഞ്ഞോട്ടാ, മടിയൊന്നും വിചാരിക്കണ്ട. പേടിയോ? അത് എനിക്ക്? നീലം പുച്ഛത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നുള്ളോ. നിനക്ക് പേടിയുണ്ട? പേടിയോ? അതും ഈ ഇടി? ഇതൊന്നും എനിക്കൊരു മഴ വിഷയല്ല. ഒരു ദിവസം ഇതുപോലെ നല്ല മഴ ഇടിയുള്ള സമയത്ത് കുഞ്ഞമ്മണി അഴിച്ചു വീടാൻ ഞാൻ ഒറ്റയ്ക്ക് പുഴക്കര വരെ പോയിട്ടുണ്ട്. എനിക്ക് ഇടി പേടിയാണോന്ന്? നല്ല കഥയായി. അവനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. അവൾ പറഞ്ഞ കള്ളാണെന്ന് നീലൻ അറിയായിരുന്നു. ഇടി വെട്ടുമ്പോൾ അവൾ ഞെട്ടിപ്പിടയ്ക്കുന്നത് നീലനെ അറിഞ്ഞിരുന്നു. അപ്പു പേടിച്ചുകൊണ്ട് മനസ്സിൽ പാടാൻ തുടങ്ങി. എന്റെ ദേവി, ഈ ഇടി വേഗം നിൽക്കണേ, ഞാൻ നാളെ ഒരു അർച്ചന കഴിക്കാം. അവൾ കണ്ണടച്ച് മനസ്സിൽ പറഞ്ഞു. എന്നാൽ അതേസമയം ശക്തമായ 2 കൈകൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. വയറിലൂടെ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന നീലന്റെ കൈകൾ അവളെ ചുട്ടുപൊള്ളിച്ചു. അവന്റെ ശ്വാസനിശ്വാസം പതിക്കുന്ന പിൻകഴുത്തിൽ വിയർപ്പ് പൊടിഞ്ഞു. ഉയർന്ന ഹൃദയമെടുപ്പും ശ്വാസവും വരുതിയിലാക്കാൻ അപ്പു ഒരുപാട് ശ്രമിച്ചു. പേടിക്കണ്ട, ഞാൻ കൂടെയില്ലേ? നീലന്റെ ആർദ്രമായ ശബ്ദം കാതിൽ പതിച്ചതും അവളിൽ ഒരു വിറയിൽ നിറഞ്ഞു. അതിന് നീലനും മനസ്സിലായിരുന്നു. അതിന്റെ ഭാഗമായി അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.